ഇന്ന് നമ്മൾ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ മലാക്ക ദ്വീപിലേക്ക് യാത്ര പോവുകയായിരുന്നു. കപ്പൽ മുഖേനയാണ് യാത്ര പോയിക്കൊണ്ടിരുന്നത്. കുറച്ചു നേരം പോയി കഴിഞ്ഞപ്പോൾ കടൽ വല്ലാത്ത രീതിയിൽ പ്രക്ഷുബ്ധമാകാൻ തുടങ്ങി. വലിയ കാറ്റും പേമാരിയും എല്ലാം വരാൻ തുടങ്ങി. കൊടുങ്കാറ്റുണ്ടായി. കപ്പൽ തകരുമെന്ന അവസ്ഥയിലെത്തി. അപ്പോൾ എപ്പോഴും വിശുദ്ധൻ്റെ കയ്യിൽ, ഫ്രാൻസിസ് സേവ്യറിൻ്റെ കയ്യിൽ ഒരു കുരിശുണ്ടായിരുന്നു. എല്ലാ അത്ഭുതങ്ങളും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് കുരിശുയർത്തിയാണ് എന്നാണ് പറയപ്പെട്ടിരുന്നത്. ആ നിമിഷം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുരിശ് അദ്ദേഹം കടലിന് നേരെ നീട്ടി. ആ നിമിഷം തന്നെ കാറ്റും കടലും ശാന്തമായി. പക്ഷെ ഒരു കാര്യം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ കുരിശ് കടലിലേക്ക് നഷ്ടപ്പെട്ടു. കൂടെയുള്ളവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞ് ഒരു ദിവസത്തെ യാത്ര പിന്നിട്ട ശേഷം അവരെല്ലാം ആ ദ്വീപിലെത്തി. ദ്വീപിൽ ഇറങ്ങിക്കഴിഞ്ഞ് കപ്പലിൽ നിന്ന് ഇറങ്ങി കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ തന്നെ കടലിൽ നിന്ന് ഒരു ഞണ്ട് ഇദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ട കുരിശുമേന്തിക്കൊണ്ട് വരുന്നതാണ് കാണുന്നത്. ഇത് വളരെ പ്രസിദ്ധമായ ഒരു കഥയാണ്. വിശുദ്ധൻ ആ കുരിശ് ഞണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ആ ഞണ്ടിനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് കഥയിൽ പറയുന്നത്. ഇത് ലോകത്തിനുള്ള സ്വർഗത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്. എത്രത്തോളം ആത്മബന്ധം കുരിശുമായി വിശുദ്ധനുണ്ട് എന്നതാണ് ഇത് കാണിക്കുന്നത്. ഈ ഒരു അത്ഭുതം അദ്ദേഹത്തിൻ്റെ കാനനൈസേഷൻ പ്രോസസ്സിൽ പറയുകയും ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴൊക്കെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ രൂപം നമ്മൾ കാണുകയാണെങ്കിലും എപ്പോഴും ഒരു കുരിശ് കയ്യിൽ പിടിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഇന്ന് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ എപ്രകാരമാണോ ക്രൂശിതനായ യേശുവിനെ തൻ്റെ ഹൃദയത്തോടും ആത്മാവിനോടും വിശുദ്ധൻ ചേർത്ത് പിടിച്ചത്, അതുപോലെ നമ്മൾക്കും ചേർത്ത് പിടിക്കുവാൻ ഉള്ള കൃപ നൽകുവാൻ വിശുദ്ധനോട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധൻ നമ്മളെല്ലാവരെയും, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ നമ്മളെ ഓരോരുത്തരെയും മിഷണറിമാരായി മാറ്റട്ടെ. ദൈവരാജ്യം വളരട്ടെ.